نتوق إلى العلم من نبعه ونجني ثمارا تغذي الخيال فسرنا سويا على طاعة لنلقى رضا الله في كل حال. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റഹ്മാനും റഹീമുമായ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീന് പഠിക്കുന്നൊരു സദസ്സിലാണ് നമ്മളെല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് ഈ ഒരു ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി പറയുന്ന എന്നിൽ നിന്നും കേൾക്കുന്ന നിങ്ങളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. പരസ്പര സഹായത്തോടെയും സഹവർത്തിത്തോടെയുമായിരിക്കണം ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്. മറ്റുള്ളവരുടെ പരസഹായമില്ലാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരസ്പരം സഹായിക്കുക എന്നുള്ളത് ഇസ്ലാം ഏറെ പ്രാധാന്യം കൊടുക്കുന്ന വിഷയങ്ങളിലൊന്നാണ്. അല്ലാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയുടെ 2-ാമത്തെ ആയത്തിൽ പറയാണ്, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയുടെ വിഷയത്തിൽ, തഖ്വയുടെ വിഷയത്തിൽ പരസ്പരം സഹായിക്കണം. തിന്മയുടെ വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കാൻ പാടുകയില്ല എന്നുള്ളതാണ്. സഹായങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഹായങ്ങളിൽ ഒന്നാണ് സാമ്പത്തിക സഹായം എന്നുള്ളത്. അഥവാ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരെ സഹായിക്കുക, അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് ഇസ്ലാം അതിന് ഏറെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. മഹാനായ സ്വഹാബി
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുർബിദ് ദുനിയ. അഥവാ ദുനിയാവിൻ്റെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു മുഅ്മിനിനെ നമുക്ക് ആശ്വാസം നൽകാൻ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുർബി യൗമിൽ ഖിയാമ. നാളെ പരലോകത്ത് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ അല്ലാഹു നമുക്ക് ആശ്വാസം നൽകുന്നുള്ളതാണ്. ദുനിയാവിൽ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു വിശ്വാസിക്ക് താങ്ങായി തണലായി ഒരാശ്വാസം നൽകാൻ നമുക്ക് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ താങ്ങായി തണലായി അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ടാകും. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി. ഒരു സഹോദരൻ്റെ ആവശ്യം നമ്മൾ പൂർത്തീകരിച്ചു കൊടുത്താൽ, നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അയാളുടെ ആവശ്യം നമ്മൾ പൂർത്തീകരിച്ചു കൊടുത്താൽ നമ്മുടെ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു തആല പൂർത്തീകരിച്ചു തരും. അപ്പോൾ പരസ്പരം സഹകരണം, പരസ്പര സഹായം എന്നുള്ളതൊക്കെ ഇസ്ലാം ഏറെ പ്രാധാന്യം കൊടുത്ത വിഷയമാണ്. എന്നാൽ ഒരാൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിട്ടും മറ്റുള്ളവരെ സഹായിക്കാതെ ആ ലഭിക്കുന്ന സമ്പത്ത് മുഴുവനും എടുത്തു വെക്കലും ഒരാളെയും സഹായിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്നതും ഇസ്ലാം ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് തൗബയുടെ 34-ാമത്തെ ആയത്തിൽ പറയാണ്, വല്ലദീന യക്നിദൂന അദ്ദഹബ വൽ ഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. അഥവാ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന ചില വിഭാഗം ആളുകളുണ്ട്, അവർക്ക് സ്വർണ്ണവും വെള്ളിയും ധാരാളം സമ്പത്തുണ്ട്, അതൊന്നും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ മറ്റുള്ള ആളുകൾക്ക് സഹായിക്കാതെ അതെല്ലാം എടുത്തു വെക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് പറയാണ്, ഫബശ്ശിർഹും, നിങ്ങൾ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ് അവർക്കുള്ള സന്തോഷ വാർത്ത? വേദനാജനകമായ ശിക്ഷ നാളെ പരലോകത്ത് അവരെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ള ആളുകളെ സഹായിക്കാതെ അവരെ ചേർത്ത് നിർത്താതെ സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്ന ഒരു രീതി ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത്. കഅബ് ബിൻ ഇയാദ് എന്ന് പറയുന്ന സ്വഹാബി നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്നതൻ വഫിത്നതു ഉമ്മത്തി അൽമാൽ. എല്ലാ ഉമ്മത്തിലും ഓരോ ഫിത്നകളുണ്ട്. ഈ ഉമ്മത്തിലെ ഫിത്ന എന്ന് പറഞ്ഞാൽ അത് സമ്പത്താണ്. ഈ ഉമ്മത്തിലെ ഫിത്ന എന്ന് പറഞ്ഞാൽ അത് പരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് സമ്പത്താണ്. ചില ആളുകൾക്ക് സമ്പത്ത് നൽകിയിട്ട് അല്ലാഹു പരീക്ഷിക്കും, ചില ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് നൽകാതെയും പരീക്ഷിക്കുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരാൾക്ക് 2 തരം ഹക്കുകളാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഒന്ന് അല്ലാഹുവിനോടുള്ള ഹക്ക്, 2 മനുഷ്യന്മാരോടുള്ള ഹക്ക്. ഒരാളുടെ ജീവിതത്തിൽ അയാൾ ശിർക്ക് സംഭവിച്ചാൽ, കുഫ്ർ സംഭവിച്ചാൽ, ബിദ്അഈ പ്രവർത്തനങ്ങൾ ചെയ്താൽ അയാൾ അല്ലാഹുവിലേക്ക് എന്ത് ചെയ്യണം? തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ നടത്തണം, ആത്മാർത്ഥമായി കൊണ്ട് ഖേദിച്ച് മടങ്ങണം. ഇത് അല്ലാഹുവിനോട് ഒരു അടിമ ചെയ്യേണ്ട ഹക്കാണ്. എന്നാൽ മനുഷ്യന്മാരോടുള്ള ഹക്ക് എന്താണ്? ഇപ്പം ഞാൻ ഒരാളെ കുറിച്ച് ഒരു ആരോപണം പറഞ്ഞു നടന്നു, പിന്നീട് ഞാൻ അയാളെ കണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് അയാളോട് പറഞ്ഞു, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെടിപ്പിച്ചു തരണം. ഇനി ഇടപാടുകൾ ഉണ്ടെങ്കിലും ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു പണം അന്യായമായി കൊണ്ട് അപഹരിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം ഞാൻ കടം വാങ്ങിയിട്ട് പിന്നീട് അത് തിരിച്ചു കൊടുക്കാതെ ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിപ്പോയി, എന്നിട്ട് തൗബ ചെയ്താൽ മാത്രം പോരാ, ആ പണം എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. അതാണ് മനുഷ്യന്മാരോടുള്ള ഹക്ക്. അള്ളാഹുവിനോടുള്ള ഹക്ക് എന്താണ്? തൗബ ചെയ്താൽ ഇസ്തിഗ്ഫാർ നടത്തിയാൽ മതി. എന്നാൽ മനുഷ്യന്മാരോടുള്ള ഹക്കിൽ ഇടപാടുകളും എന്ത് ചെയ്യണം? പൂർത്തീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാദക്കും അലൈക്കും ഹറാമുൻ. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും പവിത്രമാണ്. ഏതുപോലെ പവിത്രമാണ്? കഹുർമതി യൗമിക്കും ഹാദാ. ഈ ദിവസത്തിന് എത്രത്തോളം പവിത്രതയുണ്ടോ അത്രത്തോളം പവിത്രതയുണ്ട്. ഏതാണ് ദിവസം? അറഫ ദിവസമാണ്. അതേപോലെ ഫിബലദിക്കും ഹാദാ. ഈ നാടിന് എത്രത്തോളം പവിത്രതയുണ്ടോ അത്രത്തോളം പവിത്രതയുണ്ട്. ഏതാണ് നാട്? മക്കയാണ്. ഫി ഷഹ്രിക്കും ഹാദാ. ഈ മാസത്തിന് എത്രത്തോളം പവിത്രതയുണ്ടോ അത്രത്തോളം പവിത്രതയുണ്ട്. ദുൽഹിജ്ജ മാസമാണ്.
അപ്പം മക്ക പ്രദേശം പോലെ, ദുൽഹിജ്ജ മാസം പോലെ, അറഫ ദിവസത്തെ പോലെ പവിത്രമാണ് ഒരു മുസ്ലിമിൻ്റെ രക്തവും അഭിമാനവും സമ്പത്തുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ സമ്പത്ത് അന്യായമായി കൊണ്ട് അപഹരിച്ചെടുക്കാൻ ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം കടം സമ്മാനിക്കുന്ന വേദനകൾ എന്നുള്ളതാണ്. ആ പറയുന്ന കാര്യങ്ങൾ യഥാവിധി പറയുവാനും പറയുന്ന കാര്യങ്ങളുടെ ഗുണപാഠങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും റഹ്മാനായ റബ്ബ് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കടം വാങ്ങുക എന്നത് ഒരു ഗൗരവമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അനിവാര്യ സന്ദർഭങ്ങളിലല്ലാത്ത ഇടങ്ങളിൽ പോലും, അഥവാ അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാത്ത ഇടങ്ങളിൽ പോലും ആളുകൾ നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടം വാങ്ങാണ്. ഒരു പേടിയില്ല. നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പല ആളുകളും വാങ്ങുന്നത്. പലരും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുമ്പോൾ കാണാൻ കഴിയും, പ്രവാചകനും എന്ത് ചെയ്തിട്ടുണ്ട്? കടം വാങ്ങിയിട്ടുണ്ട്. ഒരു ജൂതന്റെ കയ്യിൽ നിന്നും ഗോതമ്പ് കടം കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പകരമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയങ്കി പണയം വെച്ച് ഗോതമ്പ് കടം വാങ്ങിയിട്ടുണ്ട്. അഥവാ പടയങ്കി പണയം വെച്ചത് എന്തിനാണ്? ഇനി ആ ഗോതമ്പ് തിരിച്ചു നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ പടയങ്കി ആ ജൂതന് വിൽക്കാം, എന്നിട്ട് ആ പണം ആർക്ക് ഉപയോഗിക്കാം? ആ ജൂതന് ഉപയോഗിക്കാം. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കടം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് പലപ്പോഴും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അത്യാവശ്യ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഭക്ഷണം, അയാളുടെ വസ്ത്രം, അയാളുടെ പാർപ്പിടം, അത് അയാൾക്ക് അത്യാവശ്യമാണ്, ആവശ്യമല്ല, അത്യാവശ്യമാണ്. എന്നാൽ ഇന്ന് ആവശ്യമല്ല, അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പല ആളുകളും കടം വാങ്ങുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പുതിയ മോഡൽ ഒരു ഫോൺ ഇറങ്ങി, അയാളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിനൊരു പ്രശ്നമല്ല, പക്ഷെ അതിനേക്കാൾ കുറച്ച് ബ്രാൻഡ് കൂടിയ ഒരു സാധനം ഇറങ്ങി, കുറച്ചുകൂടി ഓപ്ഷൻസ് അതിൽ കൂടുതലാണ് എന്ന ലക്ഷ്യം വെച്ച് മാത്രം അയാളുടെ കയ്യിൽ പണമൊന്നുമില്ല, എന്നാൽ അവിടുന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങിയിട്ട് മൊബൈൽ ഫോൺ വാങ്ങാം. ഏതെങ്കിലും ഒരു പുതിയ മോഡൽ കാർ ഇറങ്ങി, അയാൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന കാറിന് ഒരു പ്രശ്നമില്ല, അത് യാത്ര ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ആളുകളുടെ മുമ്പിൽ പൊങ്ങച്ചത്തിന് വേണ്ടി ഞാനൊക്കെ ഇന്ന കാർ ഉപയോഗിക്കുന്നവനാണ് എന്ന് 4 ആളുകൾ പറയണം. അതിന് വേണ്ടിയിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്തിട്ടല്ല, അവിടുന്ന് ഇവിടുന്നൊക്കെ പണം വാങ്ങിയിട്ട് കടം വാങ്ങി എന്നിട്ട് വസ്തുക്കൾ വാങ്ങുന്ന ആളുകൾ. ഇനി കടം വാങ്ങുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അത് ഭൂരിഭാഗം ആളുകളും അത് തിരിച്ചു കൊടുക്കുന്ന വിഷയത്തിലും അലസന്മാരാണ്. ചില ആളുകൾ കടം വാങ്ങുന്നത് തന്നെ, ആ വാങ്ങുന്ന സമയത്ത് തന്നെ അവൻ്റെ മനസ്സിലുള്ളത് എന്താണ്? ഞാൻ തിരിച്ചു കൊടുക്കൂല എന്നുള്ളതാണ്. ഞാൻ തിരിച്ചു കൊടുക്കൂല എന്ന നീയത്ത് വെച്ച് കടം വാങ്ങുന്ന ആളുകൾ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അഖദ അംബാലൻ നാസി യുരീദു അദാഅഹ അദല്ലാഹു അൻഹു. ജനങ്ങളുടെ സ്വത്ത് വാങ്ങുമ്പോൾ അത് തിരിച്ചു കൊടുക്കണമെന്ന നീയത്തോട് കൂടിയിട്ടാണ് ഒരാൾ വാങ്ങുന്നതെങ്കിൽ അതിനെ തൊട്ട് അള്ളാഹു അവനെ സഹായിക്കും. അപ്പം ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുകയാണ്, എനിക്കത് എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന നീയത്ത് വെച്ചിട്ടാണ് ഞാൻ ആ പണം വാങ്ങുന്നതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആ വിഷയത്തിൽ എന്നെ സഹായിക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമൻ അഖദ യുരീദു ഇത്ലാഫഹാ അതലഫുല്ലാഹു. ഒരു മനുഷ്യൻ ആ സമ്പത്ത് വാങ്ങുന്ന സമയത്ത് ഇത് ഞാൻ തിരിച്ചു കൊടുക്കൂല, ഞാനിത് അവനെ നശിപ്പിക്കും, ഞാൻ ഈ വിഷയത്തിൽ ഞാൻ അവനെ പറ്റിക്കും എന്ന നീയത്ത് വെച്ചിട്ടാണ് വാങ്ങുന്നതെങ്കിലോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു അവനെയും നശിപ്പിക്കും. ആ ഹദീസ് വിശദീകരിക്കുമ്പോൾ മുഹദ്ദിസുകളായ ആളുകൾ പറയാണ്, എന്താണ് അള്ളാഹു അവനെ നശിപ്പിക്കുന്ന പറഞ്ഞാൽ? അതുകൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിലുള്ള പണം അള്ളാഹു പോക്കിക്കളയും. ഏതെങ്കിലും വഴിയിലൂടെ അവനിങ്ങനെ മറ്റുള്ള ആളുകളെ പറ്റിച്ചും വഞ്ചിച്ചുണ്ടാക്കുന്ന പണം ഉണ്ടല്ലോ, മറ്റേതെങ്കിലും വഴിയിലൂടെ അത് അള്ളാഹു നഷ്ടപ്പെടുത്തും. ഇനി അവൻ്റെ കയ്യിലുള്ള ദുനിയാവിലെ മറ്റുള്ള വസ്തുക്കൾ കൊണ്ട് ഒരു ഉപകാരവും അവനുണ്ടാവുകയില്ല. ശരിക്കും പഠിക്കേണ്ട ഒരു വിഷയമാണ്. അത് നീയത്ത് വെച്ച് റബ്ബേ എനിക്ക് ഇന്ന ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ദിവസത്തിൻ്റെ മുമ്പെങ്കിലും എനിക്ക് കൊടുക്കാൻ കഴിയണമെന്ന നീയത്തോട് കൂടിയിട്ടാണ് ഒരാൾ വാങ്ങണതെങ്കിൽ അള്ളാഹു അവനെ സഹായിക്കുന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ളാ അൻഹു. ഒരു മുഅ്മിനിൻ്റെ ആത്മാവ് അവൻ്റെ കടവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എനിക്കൊരു കടമുണ്ടെന്ന് വിചാരിക്കുക, എൻ്റെ മരണത്തോടു കൂടി എൻ്റെ കടം അവസാനിക്കുന്നില്ല,
എപ്പോഴാണോ ഞാൻ ആ കടം വീട്ടുന്നത്, അല്ലെങ്കിൽ എൻ്റെ അനന്തരാവകാശികളായ ആളുകൾ എപ്പോഴാണോ കടം വീട്ടുന്നത്, അപ്പോഴാണ് ഹക്ക് എന്നിൽ നിന്ന് വിട്ടുപോകുള്ളൂ. അതുവരെ എന്നിൽ തന്നെ ഉണ്ടാകും. ഒരു മുഅ്മിനിന്റെ ആത്മാവ് അവന്റെ കടവുമായി ബന്ധപ്പെട്ട, അഥവാ അവൻ മരിച്ചാലും അത് വീട്ടുന്നത് വരെ ആ ബാധ്യത അവന് തൊട്ടു പോകുന്നില്ല. അത്രത്തോളം ഗൗരവം ഇസ്ലാം ആ വിഷയത്തിന് നൽകിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് മുഈറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഇന്നല്ലാഹ ഹറമ അലൈക്കും, അല്ലാഹു നിങ്ങളെ തൊട്ട് ഹറാമാക്കിയിട്ടുണ്ട്, അല്ലാഹു നിങ്ങളെ തൊട്ട് നിഷിദ്ധമാക്കിയ വിഷയമാണ്. എന്താ ഒന്നാമത് ഇതെന്നറിയോ? ഉഖൂഖുൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളെ ഉപദ്രവിക്കുക, അവരെ ദ്രോഹിക്കുക എന്നുള്ളത് അല്ലാഹു നിങ്ങളെ തൊട്ട് നിഷിദ്ധമാക്കിയ കാര്യമാണ്. രണ്ടാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വവഅദൽ ബനാത്ത്, പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടൽ, അതും അല്ലാഹു നിങ്ങളെ തൊട്ട് നിഷിദ്ധമാക്കി. മൂന്നാമതാണ് നമ്മുടെ വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമനഅൽ വഹാത്ത്, അഥവാ ഇങ്ങോട്ട് വാങ്ങുകയും അങ്ങോട്ട് കൊടുക്കുന്ന വിഷയത്തിൽ ശ്രദ്ധ ഇല്ലാതിരിക്കുക. ഇങ്ങോട്ട് വാങ്ങാൻ നല്ല ഉഷാറാണ്, അങ്ങോട്ട് കൊടുക്കുന്ന വിഷയത്തിൽ അലസന്മാരാണ്. ഈ മൂന്ന് വിഭാഗം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു, അത്തരം പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കണം, മറ്റുള്ള ആളുകളെ പറ്റിച്ചും മറ്റുള്ള ആളുകളെ വെട്ടിച്ചും നമ്മൾ ഉണ്ടാക്കുന്ന പണം കൊണ്ട് എന്താണ് ഉപകാരം? ചിലപ്പോൾ 10 രൂപ ഇവിടുന്ന് കിട്ടുന്നുണ്ടെങ്കിൽ 20 രൂപ ഇവിടെ ചിലവാകുണ്ടാകും. മറ്റുള്ള ആളുകളെ പറ്റിച്ചും വഞ്ചിച്ചും സാമ്പത്തിക മേഖലകളിൽ ഒരു ശ്രദ്ധയില്ലാതെ ഹലാലും ഹറാമും നോക്കാതെ ഉണ്ടാക്കുന്ന സമ്പത്തില്ലേ, ചിലപ്പോൾ ഒരു 10 രൂപ ലാഭം ഉണ്ടാകും. പക്ഷെ ആ ലാഭവുമായി കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോഴായിരിക്കും കുട്ടിക്ക് അസുഖം. ആ കുട്ടിനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ചിലവാകേണ്ടത് 20 ആയിരിക്കും. ഒരു ബർക്കത്തും ഉണ്ടാകൂല, ഒരു ഹൈറും ഉണ്ടാകൂല. സാമ്പത്തിക വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. താബിഈ പണ്ഡിതന്മാര് രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന സമയത്ത് ഭാര്യമാര് ഭർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ്, ഇന്നാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ, ഞങ്ങൾ വിശപ്പ് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാ. ഭാര്യമാര് രാവിലെ ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോൾ ഭർത്താവിന്റെ കൈ പിടിച്ച് പറയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ചു പോന്നോ, ഞാനും എൻ്റെ മക്കളും പട്ടിണി കിടക്കാൻ തയ്യാറാ, വിശപ്പ് സഹിക്കാൻ ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ എന്നാലും ഹറാമിന്റെ ഒരു തരി ഭക്ഷണം പോലും നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് താബിഈ പണ്ഡിതന്മാരുടെ ഭാര്യമാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പോകാനിരിക്കുന്ന സ്വർഗമാണ് നമ്മളും ആഗ്രഹിക്കണമെങ്കിൽ ഹലാലല്ലാത്ത 1 രൂപ പോലും നമ്മുടെ സമ്പാദ്യത്തിൽ ഉണ്ടോ എന്നുള്ളത് ഗൗരവത്തിലാണ് ആലോചിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, മാത റജുലിൻ, ഒരാൾ മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു. ശ്രദ്ധിക്കണേ, മരണപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? ഫഗസ്സൽനാഹു, ഞങ്ങൾ അയാളുടെ മയ്യത്ത് കുളിപ്പിച്ചു. വകഫന്നാഹു, അയാളുടെ മയ്യത്ത് ഞങ്ങൾ കഫൻ ചെയ്തു. വഹന്നത്തിനാഹു, അയാളുടെ കഫം പുടവയിൽ ഞങ്ങൾ സുഗന്ധം ഉപയോഗിച്ചു. ഇങ്ങനെല്ലാം ചെയ്തതിന് ശേഷം സ്വഹാബി പറയാണ്, വവളഅനാഹു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈതു തുളഉൽ ജനായിസ ഇൻദ മഖാമി ജിബ്രീൽ. സാധാരണ ജനാസ എപ്പോഴും വെക്കുന്ന ഭാഗത്ത് ഞങ്ങൾ ആ ജനാസ വെച്ചു, അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന ഭാഗം. ഇന്ന് നിങ്ങൾ മദീനയിൽ പോയാൽ കാണാൻ കഴിയും, മദീനയിലെ ബാബുകളുടെ കൂട്ടത്തിൽ ബാബു ജിബ്രീൽ എന്ന് പറയുന്നൊരു വാതിലുണ്ട്. അതിൻ്റെ പുറകിൽ വെച്ചായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നിസ്കാരം നിസ്കരിച്ചിരുന്നത്. ഇപ്പം നജാശി രാജാവ് മരണപ്പെട്ടപ്പോൾ ആ നജാശി രാജാവിൻ്റെ മയ്യത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതും ആ ഭാഗത്ത് വെച്ചാണ്. അപ്പം എന്തായാലും സ്വഹാബിമാർ പറയാണ്, അങ്ങനെ ഈ മനുഷ്യൻ്റെ മയ്യത്ത് ഞങ്ങൾ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, മയ്യത്തിൻ്റെ കഫം പുടവയിൽ ഞങ്ങൾ സുഗന്ധം ഉപയോഗിച്ചു, എല്ലാം ചെയ്തിട്ട് സാധാരണ ജനാസ വെക്കുന്ന ഭാഗത്ത് ഈ മയ്യത്ത് ഞങ്ങൾ വെച്ചു. ഞങ്ങളിങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സുമ്മാ തൈനാ ബിഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി അലൈഹി, പ്രവാചകൻ നിസ്കരിക്കാൻ വേണ്ടി ഞങ്ങളുടെ അരികിലേക്ക് ഇങ്ങനെ വന്നു. സ്വഹാബത്ത് പറയണ 1-2 സ്റ്റെപ്പ് നബി ഇങ്ങനെ മുമ്പിലേക്ക് വെച്ചു. അപ്പോഴാണ് നബി ചോദിക്കണത്, അലൈഹി ദൈനുൻ, സ്വഹാബ ഈ മയ്യത്തിന് കടമുണ്ടോ? സ്വഹാബികൾ പറഞ്ഞു, അതേ നബിയെ 2 ദീനാറുണ്ട്, 2 ദീനാറ് കടമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എങ്കിൽ സ്വഹാബത്തെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇമാമ് നിന്ന് നിസ്കരിക്കുക, ഞാൻ നിസ്കരിക്കൂല. അപ്പം അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലേ, ആ 2 ദീനാറ് ഞാൻ കൊടുത്തോളാം, ഞാൻ അതിൻ്റെ കഫാലത്ത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, ഞാനത് പൂർത്തീകരിച്ചോളാം, നിങ്ങൾ ഇമാമ് നിൽക്കും. പ്രവാചകൻ ഇമാമ് നിന്നു, നിസ്കാരം പൂർത്തീകരിച്ചു.
സ്വഹാബിമാര് പറയാണ് ഫസല്ല അലൈഹി സുമ്മ ഖാല ബഅദ ദാലിക ബിയൗമിൻ മാ ഫഅല ദീനാറാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നമസ്കാരത്തിന് ശേഷം പിറ്റേ ദിവസം അബൂ ഖതാദനെ കണ്ടപ്പോൾ ചോദിച്ചു, അബൂ ഖതാദ, ആ 2 ദീനാറിന്റെ വിഷയം എന്തായി? അപ്പോൾ സ്വഹാബി പറയാണ്, നബിയെ ഇന്നമാ താംസി, ഇന്നലല്ല അയാൾ മരിച്ചത്, ഞാൻ കൊടുത്തോളാം, ഞാൻ മറന്നിട്ടൊന്നുമില്ല, ഇന്നലല്ല അയാൾ മരിച്ചത്, ഞാൻ കൊടുത്തോളാം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ ഒന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം ഈ സ്വഹാബി ആ 2 ദീനാർ കൊടുത്തു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ആ മയ്യത്തിന്റെ കടമായ 2 ദീനാർ കൊടുത്തിട്ട് നബിനോട് വന്നിട്ട് പറഞ്ഞു, നബിയെ ലഖദ് ഖളൈതുഹുമാ, നബി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ 2 ദീനാർ കൊടുത്ത് വീട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽആന ബറദത് അലൈഹി ജിൽദുഹു, ഇപ്പോഴാണ് അയാളുടെ തൊലി ഒന്ന് തണുത്തത്. അഥവാ അയാൾ, ആ മനുഷ്യൻ ഖബർ കടക്കണ സമയത്തും കടത്തിന്റെ വിഷയത്തിൽ അയാളുടെ തൊലി നരകത്തിന്റെ ചൂടിൽ പ്രയാസം അനുഭവിച്ചിരുന്നു. നീ ആ 2 ദീനാർ കൊടുത്തു വിട്ടില്ലേ, ഇപ്പോഴാണ് ആ മനുഷ്യന്റെ തൊലി ഒന്ന് തണുത്തത് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദീനാർ കേട്ടോ, 2 ദീനാറാണ്. ആ 2 ദീനാറിന്റെ വിഷയത്തിൽ ഇത്ര ഗൗരവം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര കടം വാങ്ങിയിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ കടങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, മരണപ്പെട്ടാലും കടബാധ്യതയുള്ളവനെ ഖബറിൽ ബന്ധനസ്ഥനാണ്. സഅദ് ബിൻ അത്വൽ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയാണ്, ഇന്ന അഖാക മഹ്ബൂസുൻ, സഅദ് നിന്റെ സഹോദരൻ ഖബറിൽ ബന്ധനസ്ഥനാണ്, അതുകൊണ്ട് അവന്റെ കടം നീ വീട്ടണം, നിന്റെ ബാധ്യതയാണ്, നീ എന്ത് ചെയ്യണം, ആ വിഷയത്തിൽ ഒന്ന് ശ്രദ്ധ കാണിക്കണം. മറ്റൊരിക്കൽ പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ ഒരാളുടെ മയ്യത്ത് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ചോദിച്ചു, മദീനത്തെ പള്ളിയിൽ ഉറക്കെ ചോദിക്കാണ്, ഹാ ഹുനാ അഹദും മിൻ ബനി ഫുലാൻ, ഈ വ്യക്തിയുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഈ പള്ളിയിലുണ്ടോ? ആരും മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചു, ഹാ ഹുനാ അഹദും മിൻ ബനി ഫുലാൻ, ഈ മനുഷ്യന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും സ്വഹാബത്തെ ഈ കൂട്ടത്തിലുണ്ടോ? അപ്പോഴും ആരും മിണ്ടിയില്ല. മൂന്നാമത് ചോദിച്ചപ്പോൾ ഒരാൾ എണീറ്റ്, ഫഖാമ റജുലുൻ ഫഖാല അന യാ റസൂലല്ലാഹ്, ഒരാൾ എണീറ്റ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അയാളുടെ കുടുംബക്കാരനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന സ്വഹിബകും മഅസൂറുൻ ബിദൈനിഹി, നിങ്ങളുടെ കുടുംബക്കാരൻ അയാളുടെ കടത്തിന്റെ വിഷയത്തിൽ ബന്ധനസ്ഥനാണ്, അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കടം പൂർത്തീകരിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും, ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ കടബാധ്യതയുള്ള ഒരാളുടെ മയ്യത്ത് കൊണ്ടുവന്നാൽ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇമാമ നിന്ന് നിസ്കരിക്കാറില്ല. എന്നാൽ ഇസ്ലാമിന് പിന്നീട് അഭിവൃദ്ധി ലഭിച്ചപ്പോൾ, ഒരുപാട് വിജയങ്ങൾ ഉണ്ടായപ്പോൾ ഹദീസിൽ കാണാൻ കഴിയും, ഫലമ്മാ ഫതഹല്ലാഹു അലൈഹിൽ ഫുതുഹ്, ധാരാളം വിജയങ്ങൾ ഇസ്ലാമിന്റെ കുടക്കീടിലേക്ക് വന്നപ്പോൾ, ഇസ്ലാമിന് ധാരാളം സമ്പത്ത് ബൈത്തുൽ മാലിലേക്ക് വന്നപ്പോൾ, പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടബാധ്യതയുള്ള ആരുടെയെങ്കിലും മയ്യത്ത് കൊണ്ടുവന്നാൽ അള്ളാഹിന്റെ റസൂൽ പറയും, ഇന്നാ അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളത് ഞാനാണ്, അതുകൊണ്ട് ഇന്ന ആൾക്ക് കട ഉണ്ടെങ്കിൽ ആ കട ഞാൻ വീട്ടിക്കോളാം. അപ്പോൾ ആ ഇമാം നിന്നിട്ടുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം നിന്നിട്ടുണ്ട്. അതല്ലാതെ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ, ഇസ്ലാമിന് അത്രത്തോളം സാമ്പത്തിക അഭിവൃദ്ധി ഇല്ലാത്ത കാലഘട്ടത്തിൽ, സാമ്പത്തികമായി കടബാധ്യതയുള്ള ആര് മരണപ്പെട്ടാലും ഇമാമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കാറില്ല, ആരെങ്കിലും ആ കടം ഏറ്റെടുക്കുന്നത് വരെ. അത്രത്തോളം ഗൗരവത്തിൽ ഇസ്ലാം ആ വിഷയത്തിന് ഗൗരവം കൊടുത്തിട്ടുണ്ട്. സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഇപ്പം നമ്മുടെ വാപ്പ മരിച്ചാൽ, നമ്മുടെ ഉമ്മ മരിച്ചാൽ, നമ്മുടെ സഹോദരൻ മരിച്ചാൽ അവർക്കൊക്കെ കട ഉണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അത് പൂർത്തീകരിക്കാൻ കഴിയണം. വാപ്പ അനന്തര സ്വത്ത് വീതിച്ച സമയത്ത് NH-ന്റെ ഭാഗത്തുള്ള നല്ല കണ്ണായ സ്ഥലം ജ്യേഷ്ഠനാണ് കൊടുത്തത്, അതുകൊണ്ട് ഞാൻ വിട്ടൂല എന്ന് പറയാൻ പാടില്ല. വാപ്പ അനന്തര സ്വത്ത് വീതിച്ച വിഷയത്തിൽ വാപ്പ നീതി കാണിച്ചിട്ടില്ല, നമ്മൾ വിട്ടുകൊടുക്കുക. എന്നിട്ട് കാരണം നമ്മുടെ വാപ്പയാണ് ഖബറിൽ പ്രയാസപ്പെടുന്നത്. ഓരോ മനുഷ്യനും ആ കടത്തിന്റെ വിഷയത്തിൽ ബന്ധനസ്ഥനാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാപ്പയാണ്, നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ സഹോദരനാണ്, നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഒരു മനുഷ്യൻ ഇങ്ങനെ കടം വാങ്ങുക, എന്നിട്ട് അയാളുടെ ധാരണ എന്താണ്, ഞാൻ മരിച്ചാലും എൻ്റെ കുടുംബക്കാർ കൂട്ടും എന്ന ലക്ഷ്യം വെച്ച് അശ്രദ്ധനായിക്കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, കടം വാങ്ങിക്കൂട്ടാനും പറ്റൂല. ചില ആളുകളുടെ സ്വഭാവം അങ്ങനെ, ഏകദേശം വാർദ്ധക്ക് എത്തുന്ന സമയത്ത് കുറേ കടം വാങ്ങും. അയാൾക്ക് ആവശ്യമൊന്നും ഉണ്ടാകില്ല, എന്തിനാ, മക്കളൊന്ന് പ്രയാസപ്പെടുത്താൻ.
മക്കളൊന്ന് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഞാൻ മരിച്ചാൽ എൻ്റെ കയ്യിൽ പണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ പണം ആര് കൊടുക്കണം? എൻ്റെ മക്കൾ കൊടുക്കണം. ഇവിടെ പഠിക്കേണ്ട വിഷയം എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ മരണപ്പെടുന്ന സമയത്ത് നമുക്ക് കടബാധ്യത ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബക്കാർക്ക് നമ്മുടെ കടം വിട്ടുക എന്നുള്ളത് നിർബന്ധ ബാധ്യത ഒന്നല്ല. അവർ ചെയ്താൽ നമുക്ക് നമ്മുടെ ഖബറിൽ രക്ഷപ്പെടാം. അവർ ചെയ്തിട്ടില്ലെങ്കിലോ ഖബറിൽ പ്രയാസപ്പെടാൻ പോകുന്നത് നമ്മളാണ്. അപ്പൊ അവരോടുള്ള ദേഷ്യം വെച്ച്, മകനോടുള്ള ദേഷ്യം വെച്ച്, മകളോടുള്ള ദേഷ്യം വെച്ച് ജീവിതത്തിൽ അനാവശ്യമായി കടങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയിട്ട് അവസാനം അവർ വിട്ടുന്ന് കരുതി അവർ വിട്ടിട്ടില്ലെങ്കിൽ ഖബറിൽ എന്ത് ചെയ്യും? നമ്മളാണ് പ്രയാസപ്പെടുക. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു ഫിഖ്ഹി മസ്അല, ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ബാക്കി വരുന്ന സമ്പത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താ? നേരെ അനന്തരാവകാശികൾ വീതിച്ചെടുക്കുകയാണോ? അല്ല. ആദ്യം ചെയ്യേണ്ടത് അയാളുടെ മരണാനന്തര ചെലവിന് വേണ്ടി ഉപയോഗിക്കണം എന്നാണ്. ഒരു മനുഷ്യൻ മരണപ്പെട്ടു, അയാളുടെ മയ്യത്തിൻ്റെ കഫം പുടവ വാങ്ങാൻ, അയാളുടെ മയ്യത്ത് അറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ മയ്യത്ത് വെക്കുന്ന കബർ കുഴിക്കുന്ന ആൾക്കുള്ള കൂലി കൊടുക്കാൻ, ഇനിയിപ്പോൾ അയാളുടെ മയ്യത്ത് ഫ്രീസറിൽ വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാടക കൊടുക്കാൻ ഒക്കെ ഉപയോഗിക്കേണ്ടത് എന്താ? ഇയാളുടെ സമ്പത്ത് ഉപയോഗിക്കാം. അത് ഇയാളുടെ സമ്പത്ത് തന്നെ ഉപയോഗിക്കണമെന്നല്ല, പക്ഷെ അയാൾക്ക് അങ്ങനെ സമ്പത്ത് ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇയാളുടെ സമ്പത്ത് എടുക്കലാണ്. പിന്നെന്താണ്? ആ സമ്പത്ത് കൊടുത്തിട്ട് ബാക്കി വരുന്ന പണം കൊണ്ട് എന്ത് ചെയ്യണം? അയാൾക്ക് കടമുണ്ടെങ്കിൽ അത് വീട്ടാം. മൂന്നാമത് എന്താ ചെയ്യേണ്ടത്? അയാൾക്ക് വസീയത്ത് ഉണ്ടെങ്കിൽ, ഇപ്പോൾ വാപ്പ വസീയത്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ വസീയത്ത് പൂർത്തീകരിക്കണം. നാലാമതേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ആദ്യം തന്നെ പോയിട്ട് എന്ത് ചെയ്യരുത്? അത് ആ തോട്ടം ജ്യേഷ്ഠന്, ഈ തോട്ടം അനിയന്, ബാക്കിയുള്ളതൊക്കെ ഇരിക്ക് എന്ന രൂപത്തിലല്ല. ആദ്യം അവരുടെ മരണാനന്തര ചെലവിന് വേണ്ടത് മാറ്റിവെക്കണം. കടങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം. വസീയത്ത് പൂർത്തീകരിക്കണം. നാലാമതേ അനന്തരാവകാശികളായ ആളുകൾ എടുക്കാൻ പാടുകയുള്ളൂ. ഒരിക്കൽ ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹ് തുകഫറു അന്നി ഖതായ. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായാൽ എൻ്റെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരുമോ? അല്ലാഹുവിന്റെ രണഭൂമിയിൽ ഞാൻ ഷഹീദായാൽ എൻ്റെ പാപങ്ങളൊക്കെ റബ്ബ് പുറത്തു തരുമോ എന്നൊരാൾ വന്ന് ചോദിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, തീർച്ചയായും നീ അല്ലാഹുവിന്റെ രണഭൂമിയിൽ ഷഹീദായാൽ നിന്റെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരും. പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്? വഅൻത സ്വാബിറുൻ മുഹ്തബിസുൻ മുഖ്ബിലുൻ ഗൈറു മുദ്ബിരിൻ. നീ എന്ത് ചെയ്യണം? ക്ഷമയോടുകൂടി രണഭൂമിയിലേക്ക് ഇറങ്ങണം. പ്രതിഫലം ആഗ്രഹിച്ചിറങ്ങണം. അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം നീ രണഭൂമിയിലേക്ക് ഇറങ്ങേണ്ടത്. നീ മുന്നിലേക്ക് അനുഗമിക്കുന്ന ആളാകണം. നീ ഒരിക്കലും പിന്നിലേക്ക് തിരിഞ്ഞോടുന്ന ആളാകരുത്. 4 കാര്യങ്ങളാണ്. 1, ക്ഷമ വേണം, പ്രതിഫലം ആഗ്രഹിക്കണം, മുന്നിലേക്ക് അനുഗമിക്കണം, പിന്നിലേക്ക് ഓടുന്ന ആളാകരുത്. ഇങ്ങനെയാണെങ്കിൽ നീ അള്ളാഹുവിൻ്റെ രണഭൂമിയിലേക്ക് ഇറങ്ങി ഷഹീദായാൽ നിന്റെ പാപങ്ങൾ പുറത്തു കിട്ടും. ആ സ്വഹാബി തിരിച്ചു പോയി. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിനെ വിളിച്ചു. എന്നിട്ട് ചോദിക്കാണ്, കൈഫ ഖുൽത, നീ നേരത്തെ എന്താ പറഞ്ഞത്? എന്തൊരു കാര്യം ചോദിച്ചില്ലേ? എന്തെന്ന് നീ നേരത്തെ ചോദിച്ചത്? അപ്പോൾ ആ സ്വഹാബി വീണ്ടും ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലേ, ഞാൻ അള്ളാഹുവിൻ്റെ രണഭൂമിയിൽ ഷഹീദായാൽ എൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുറത്തു തരും. എന്ത് വേണം? ക്ഷമ കാണിക്കണം, പ്രതിഫലം ആഗ്രഹിക്കണം, മുന്നിലേക്ക് അനുഗമിക്കുന്ന ആളാകണം, തിരിഞ്ഞോടുന്ന ആളാകരുത്. എന്നിട്ട് പറഞ്ഞ വാക്കാണ് ഇല്ലദ്ദൈൻ, നിനക്ക് കടമുണ്ടാകാൻ പാടില്ല. ആദ്യം അങ്ങനെ പറഞ്ഞു വിട്ടു. പിന്നെ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എന്തുണ്ടാകാൻ പാടില്ല? കടവും ഉണ്ടാകാൻ പാടില്ല. കട ഇല്ലാത്ത അവസ്ഥയിലായിരിക്കുമ്പോഴേ നിന്റെ പാപങ്ങൾ പുറത്തു കിട്ടുള്ളൂ. എന്നിട്ട് പറയാണ്, ഫഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഖാല ലീ ദാലിക, എന്നോട് ജിബ്രീൽ ഈ രൂപത്തിലാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ആ പോയ മനുഷ്യനെ തിരിച്ചു വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, കാര്യമൊക്കെ ശരി തന്നെ, നിനക്ക് പാപങ്ങളൊക്കെ പുറത്തു കിട്ടും, പക്ഷെ നിന്റെ എന്തുണ്ടാകാൻ പാടില്ല? കടം ഉണ്ടാകാൻ പാടില്ല. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുഗ്ഫർ ലിശഹീദി കുല്ല ദംബിൻ ഇല്ലദ്ദൈൻ, രണഭൂമിയിൽ ഷഹീദാകുന്നവന് എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും, ഒന്നൊഴികെ, കടമൊഴികെ. എല്ലാ കടം ഉണ്ടെങ്കിൽ ആ കടം നമ്മുടെ വീട്ടിൽ തന്നെ വേണം. ഒന്ന് ആലോചിക്കും, അള്ളാഹുവിൻ്റെ രണഭൂമിയിലേക്ക് പോരാടുന്ന മനുഷ്യന് ലഭിക്കുന്ന പ്രത്യേകത എന്താണ്? അയാളുടെ ശരീരത്തിലേക്ക് ശത്രു ആദ്യമായി കൊണ്ട് വെട്ടിയാൽ ആ വെട്ടുകൊണ്ട് അയാളുടെ ശരീരത്തിൽ രക്തത്തുള്ളി തെറിച്ചാൽ അയാളുടെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടുന്ന, അയാളുടെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടും. പക്ഷേ കടം ഉണ്ടാകാൻ പാടില്ല. അവിടെയും പ്രത്യേകമായി കൊണ്ട് പറഞ്ഞത് കടത്തിൻ്റെ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസാനം ഇറങ്ങിയ ആയത്ത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ വിഷയം സൂറത്ത് ബഖറയിലെ 281 ആയത്താണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്.
സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. എന്താ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോ. അവസാനം ഇറങ്ങിയ ആയത്തെന്നാണ് ഉലമാക്കളായ ആളുകൾ പറയാറുള്ളത്. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, എന്നിട്ട് ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതിൻ്റെ ഫലം പൂർണ്ണമായി കൊണ്ട് അവിടെ വെച്ച് ലഭിക്കും. വഹും ലാ യുദ്ലമൂൻ, അവരുടെ ഒരാളോടും അനീതി കാണിക്കുകയില്ല. ഈ ആയത്താണ് അവസാനം ഇറങ്ങിയതെന്നാണ് പറയാറ്. ഈ ആയത്തിൻ്റെ തൊട്ട് മുമ്പ് അള്ളാഹു പറഞ്ഞത് എന്താണെന്നറിയോ? പലിശയെക്കുറിച്ചും കടത്തെക്കുറിച്ചും. ഈ ആയത്തിന് ശേഷം അള്ളാഹു പറഞ്ഞത് എന്താ? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തായ ആയത്തുദ്ദൈനാണ്. ഈ ആയത്തിന് ശേഷം അള്ളാഹു പറഞ്ഞത് ഏതാ? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തായ ആയത്തുദ്ദൈൻ, കടവുമായി ബന്ധപ്പെട്ട ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മാ ഫക്തുബൂ. നിങ്ങൾ കടമിടപാടുകൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ ആയത്ത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട? കടമാണ്. വേറെ എന്തൊക്കെ പറയാം റബ്ബിന്? അതൊന്നും പറയാതെ പറഞ്ഞത് ഈ വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടാണ് എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി കൊണ്ട് പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബിൻ വളലഇ ദൈനി വഗലബത്തി റിജാൽ. 8 കാര്യങ്ങളാണ്. അല്ലാഹുവേ, ഞാൻ നിന്നിൽ നിന്ന് ദുഃഖത്തിൽ നിന്നും അശക്തതയിൽ നിന്നും ടെൻഷനിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അതേപോലെ തന്നെ വൽ അജ്സി വൽ കസൽ, അശക്തതയിൽ നിന്നും അലസതയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വൽ ബുഖ്ലി വൽ ജുബിൻ, പിശുക്കിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും. പിന്നെ പറഞ്ഞ വാക്കെന്താണ്? വളലഇ ദൈനി വഗലബത്തി റിജാൽ, കടഭാരത്തിൽ നിന്ന്, ആളുകൾ എൻ്റെ മേലിൽ മേൽക്കോയ്മ നേടുന്ന വിഷയത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഒരു മനുഷ്യൻ രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം ഈ പ്രാർത്ഥന 8 ന്യൂനതകളാണ്, 8 പ്രശ്നങ്ങളാണ് ഇതിൽ പറയുന്നത്. ആ 8 കാര്യങ്ങളെ തൊട്ട് രക്ഷ ചോദിച്ചിട്ടാണ് ഇറങ്ങേണ്ടത് എന്ന് ഉലമാക്കളായ ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നിസ്കാരത്തിൽ തശഹുദിന് വേണ്ടി ഇരിക്കുമ്പോൾ 4 കാര്യത്തെ തൊട്ട് എന്ത് ചെയ്യാറുണ്ട്? രക്ഷ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ മഗ്രിബ് നിസ്കരിച്ചു. ആ മഗ്രിബ് നിസ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ ചോദിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, നരകത്തിൻ്റെ അദാബിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഖബറിൻ്റെ അദാബിൽ നിന്ന്, മസീഹു ദജ്ജാലിൻ്റെ അദാബിൽ നിന്ന്, ജീവിതത്തിലെയും മരണത്തിലെയും എല്ലാവിധ അദാബിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅസമി വൽ മഗ്റമി അദ്ദൈൻ. അപ്പോൾ അഥവാ നബിയെ കുറ്റകൃത്യങ്ങളിൽ നിന്നും കടത്തിൽ നിന്നും ഞാൻ നിന്നോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവേ കുറ്റകൃത്യങ്ങളിൽ നിന്നും കടത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, യാ റസൂലല്ലാഹ് ഇന്നക തസ്തഈദു മിനൽ മഗ്റമി കസീറൻ യാ റസൂലല്ലാഹ്. നബി, നിങ്ങൾ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ധാരാളമായി പ്രാർത്ഥിക്കുന്നു, എന്താ നബിയെ കാരണം? അപ്പം നബി പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഒരാൾ കടം വാങ്ങിയാൽ ഹദ്ദസ ഫകദബ വവഅദ ഫഅഖ്ലഫ. അഥവാ ഒരു മനുഷ്യൻ കടം വാങ്ങിയാൽ പിന്നെ സംസാരിക്കുമ്പോൾ കളവ് പറയും. ഞാൻ നാളെ തരാം, ഞാൻ മറ്റന്നാൾ തരാം, അടുത്ത മാസം എന്തായാലും, ഈ മാസത്തെ സാലറി കിട്ടിയാൽ ഞാൻ എന്തായാലും തരാം. കടം വാങ്ങിയാൽ അറിയാതെ നമ്മുടെ സംസാരത്തിൽ എന്ത് വരും? കളവ് വരും. വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത മാസം എന്തായാലും ഞാൻ തരും. ഇങ്ങനെ വാഗ്ദാനങ്ങൾ ഇങ്ങനെ നടക്കുന്നല്ലാതെ അത് പൂർത്തീകരിക്കലുണ്ടാകില്ല. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ ഏറ്റവും കൂടുതൽ കടത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ചോദിക്കുന്നത്, എന്താ നബി അതിൻ്റെ കാരണം? കാരണം കടം വാങ്ങിയാൽ ഒരു മനുഷ്യൻ്റെ നാവിൽ അറിയാതെ ഇങ്ങനെ കളവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വാഗ്ദാനങ്ങൾ ഇങ്ങനെ ചെയ്യും, പക്ഷെ അത് പൂർത്തീകരിക്കാൻ ആ മനുഷ്യന് കഴിയുകയില്ല എന്നുള്ളതാണ്. ചില ആളുകളുണ്ട് കടം വാങ്ങാനൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും. അത് വാങ്ങിയ പിന്നെ 3, 4, 5 തവണ അയാൾ ഇങ്ങനെ വിളിക്കണം, വാട്സപ്പിൽ റിമൈൻഡർ അയക്കണം, മെസ്സേജ് ചെയ്യണം, അതിനൊന്നും റിപ്ലൈ ഉണ്ടാവില്ല. എന്നിട്ട് അവസാനം അയാളെ തെരഞ്ഞു പോയി കാണണം. കണ്ടാൽ പറയും അതെന്തായാലും അടുത്ത മാസം തരാം. എന്നിട്ട് തരുന്നത് എങ്ങനെ? ആദ്യം ഒരു 5 തരും, പിന്നെ ഒരു 10 തരും. ഒരാൾക്ക് ഉപകാരമില്ലാത്ത രൂപത്തിൽ വളരെ ഗൗരവത്തിലാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യേണ്ടത്? ഈ കടം എന്ന വിഷയത്തെ നോക്കിക്കാണേണ്ടത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ഒരു അടിമ വന്നു. അപ്പോൾ അടിമ എന്ന് പറഞ്ഞാൽ അയാളുടെ യജമാനനുമായി കൊണ്ട് കരാർ എഴുതിയിട്ടുണ്ട്. അത് അന്ന് പണ്ട് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഒരു അടിമ യജമാനനുമായി കൊണ്ട് ഉടമ്പടി കരാർ എഴുതുകയാണ്. ഇത്ര പണം എനിക്ക് നൽകുകയാണെങ്കിൽ നീ സ്വതന്ത്രനാണ് എന്ന് യജമാനൻ പറഞ്ഞാൽ ആ പണം ഈ അടിമ നൽകിയാൽ എന്ത് ചെയ്യും? അടിമ സ്വതന്ത്രനാണ്. അപ്പോൾ ആ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി ഇപ്പോൾ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ യജമാനൻ അദ്ദേഹത്തിന് വെച്ച ഉടമ്പടി എന്ന് പറഞ്ഞാൽ 300 പാകമായ ഈത്തപ്പഴം
മരങ്ങൾ, അതേപോലെ തന്നെ 40 ഊക്കിയ സ്വർണം, ഇത് നീ തരികയാണെങ്കിൽ നീ സ്വതന്ത്രനാണെന്ന് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ഒരാൾ വന്നു, എന്നിട്ട് പറഞ്ഞു, അലി, ഞാൻ എൻ്റെ യജമാനനുമായി കൊണ്ട് ഉടമ്പടി കരാറ് എഴുതിയിട്ടുണ്ട്, പക്ഷെ അയാൾ വെച്ച ആ പണത്തിലേക്ക് എനിക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം അലി എന്നാണ് ഈ അടിമ പറയണത്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത മറുപടി, അലാ ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില വാചകങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനൻ്റെ പ്രത്യേകത എന്താണെന്നറിയൂ? നീ എങ്ങാനും ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ സ്വൈറു മലയോളം നിനക്ക് കടമുണ്ടെങ്കിലും ആ കടം മുഴുവനും റബ്ബ് പൂർത്തീകരിച്ചു തരും. സുബ്ഹാനല്ലാഹ്. അഥവാ മക്കയിൽ അറിയപ്പെട്ടൊരു മലയാണ് സ്വൈറു മല. ആ സ്വൈറു മലയോളം നിനക്ക് കടമുണ്ട് എങ്കിൽ പോലും അള്ളാഹു ആ കടം ചെയ്യും, നിനക്ക് പൂർത്തീകരിച്ചു തരും. നീ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. എന്താണ്? കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. ഈ പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്വൈറു മലയോളം അയാൾക്ക് കടമുണ്ടെങ്കിലും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും. അള്ളാഹു പ്രാർത്ഥിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. ഈ പ്രാർത്ഥന എന്ത് ചെയ്യണം? നിരന്തരമായി നമ്മൾ ചൊല്ലണം. അള്ളാഹിൻ്റെ റസൂലാണ് പറയണത്, സ്വൈറു മലയോളം നിങ്ങൾക്ക് കടങ്ങളുണ്ടെങ്കിലും അതെല്ലാം റഹ്മാനായ റബ്ബ് പൂർത്തീകരിച്ചു തരുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം. കടം വാങ്ങുന്ന വിഷയത്തിലും ആ കടം കൊടുക്കേണ്ട വിഷയത്തിലും പ്രത്യേകം നമ്മൾ ഗൗരവം കാണിക്കണം. കടമുള്ള ആളുകൾ എന്ത് ചെയ്യണം? നിരന്തരമായി കൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ ഇതിനോട് ചേർത്തി മനസ്സിലാക്കേണ്ടത്, കടമുള്ള വ്യക്തിക്ക് ഇനി അയാൾക്ക് അത് വീട്ടാനുള്ള കഴിവില്ലെങ്കിൽ അയാൾക്കൊന്ന് നീട്ടിക്കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി, അയാൾക്ക് ഒരു നിലക്കും അയാൾ നമ്മളെ പറ്റിക്കുന്നല്ല, ആത്മാർത്ഥം അയാൾ ആഗ്രഹിക്കേണ്ട ആ പണം വിട്ടുതരാൻ, പക്ഷെ അയാൾക്ക് കഴിയണില്ല, ഒരു നിലക്കും കഴിയണില്ല. അപ്പോൾ അയാൾക്കൊന്ന് നീട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് ഇസ്ലാം അതിനും പുണ്യം കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, പ്രവാചകൻ പറയാണ്, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ജനതയിൽപ്പെട്ട ഒരാളുടെ റൂഹ് മലക്കുൽ മൗത്ത് എടുത്തു. എന്നിട്ട് ആ മലക്കുൽ മൗത്ത് ഈ മനുഷ്യനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഖാലു അഅമിൽത മിനൽ ഖൈരി ശൈഅൻ, നീ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? ഈ മനുഷ്യനോട് ചോദിക്കണം, ഈ ആത്മാവിനോട് ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അയാൾ ചെയ്ത നല്ല കാര്യമായിക്കൊണ്ട് അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഞെരുക്കം അനുഭവിക്കുന്ന കടക്കാർക്ക് ഞാൻ എന്ത് ചെയ്യാറുണ്ട്? നീട്ടിക്കൊടുക്കാറുണ്ട്. അവർക്കുള്ള സമയം എന്ത് ചെയ്യാറുണ്ട്? ഞാൻ നീട്ടിക്കൊടുക്കാറുണ്ട്. പണക്കാരായ കടക്കാരോട് ഞാൻ വിട്ടുവീഴ്ചയും കാണിക്കാറുണ്ട്. എനിക്കൊരുപാട് ജോലിക്കാരുണ്ട്, എൻ്റെ കടങ്ങളൊക്കെ എനിക്ക് പിരിച്ചു കൊണ്ടുവന്ന് തരുന്ന ജോലിക്കാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ പറയാറുള്ളത് എന്താ? ഞെരുക്കം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അവർക്ക് നീട്ടിക്കൊടുക്കുക. പണക്കാരായ കടക്കാരുണ്ടാവും, അവർക്കൊന്ന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്ന് ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് പറയാറുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആ കാരണം കൊണ്ട് അള്ളാഹു അയാളുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുത്തു. ഒരു പണ്ഡിതന്മാർ പറയുന്ന, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, അഫ്ളലുൽ അഅമാലി അൻ തുദ്ഖില അലാ അഖീകൽ മുഅ്മിൻ. കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമായ കർമ്മം ഏതാണെന്നറിയോ? കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമായ കർമ്മം സത്യവിശ്വാസിയായ നിന്റെ സഹോദരനെ നീ സന്തോഷിപ്പിക്കലാണ്. നമ്മുടെ വിശ്വാസിയായ ഒരു സഹോദരനെ സന്തോഷിപ്പിക്കുന്ന വാർത്തകൾ, അയാളെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യലാണ് ഏറ്റവും നല്ല കർമ്മം. പിന്നെ പറഞ്ഞതെന്താ? കടം വീട്ടാൻ പ്രയാസപ്പെടുന്ന ആൾക്ക് നീ കടം വീട്ടി കൊടുക്കുക. അതും ഇസ്ലാമിലേറെ പ്രാധാന്യമുള്ള കർമ്മമായിട്ടാണ് പറയാറ്. ഒരു ധനികന് ധാരാളം ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞയച്ചിട്ടാണ് ഇയാൾ ഇങ്ങനെ കടം കൊടുത്ത ആളുകളുടെയൊക്കെ പണം ഇങ്ങനെ കളക്ട് ചെയ്യാറുള്ളത്. ആ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞയക്കുന്ന സമയത്ത് ഇയാൾ പറയാറുണ്ട്, ഞെരുക്കം അനുഭവിക്കുന്ന ആളുകളെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം? വിട്ടുവീഴ്ച ചെയ്യണം. ഒരു വേള അള്ളാഹു നമ്മളോടും വിട്ടുവീഴ്ച ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കണമെന്ന് ഈ ഒരു ധനികൻ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് പറയാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? കടം വാങ്ങിയ വ്യക്തിയുടെ ബാധ്യതയാണ് ആ കടം വീട്ടുക എന്നുള്ളത്. ഇനി കടം കൊടുത്ത ആൾ അയാൾക്ക് പുറത്തു കൊടുത്താലും വിട്ടുവീഴ്ച ചെയ്താലും അവിടെ തീരുന്നില്ല. മറ്റേ ചങ്ങായി എന്ത് ചെയ്യണം? കഴിവിൻ്റെ പരമാവധി പൂർത്തീകരിക്കാനാണ് നോക്കേണ്ടത്. എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? അത് പൂർത്തീകരിക്കാനാണ് നോക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ വാങ്ങിയ കടത്തിന് പകരമായി നമുക്ക് റിയാൽ കൊടുത്താൽ മതി, നമുക്ക് രൂപ കൊടുത്താൽ മതി,
ദിർഹമോ ദീനാറോ കൊടുത്താൽ മതി. നാളെ പരലോകത്താണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ നന്മകളാണ്, നമ്മുടെ നിസ്കാരമായിരിക്കും. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വഹാബത്തെ അതദറൂന മൽ മുഫ്ലിസ്, പാപ്പരായവർ ആരാ നിങ്ങൾക്കറിയോ? സ്വഹാബത്തിൻ്റെ മറുപടി, നബിയെ ഞങ്ങളുടെ കൂട്ടത്തിൽ ദിർഹമോ ദീനാറോ ഇല്ലാത്ത ആളാണ് പാപ്പരായവർ. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ പാപ്പരായവർ എന്ന് പറഞ്ഞാൽ ആരാ? യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, നാളെ പരലോകത്ത് നിസ്കാരം ആയിട്ട് നോമ്പുമായിട്ട് സകാത്തുമായിട്ട് പരലോകത്ത് വരും. ധാരാളം നന്മകൾ ഉണ്ടാകും. അങ്ങനെ റബ്ബിൻ്റെ മുമ്പിൽ വരുന്ന സമയത്ത് ചില ആളുകൾ വന്നിട്ട് പറയും, വയതീ കദ്ശത മഹാദ വകദഫ ഹാദ വഅകല മാല ഹാദ. ഒരാൾ വന്നിട്ട് പറയും, റബ്ബേ ഇയാൾ എന്നെ കുറിച്ചിട്ട് ഇന്നാലിന്ന ആരോപണം പറഞ്ഞിട്ടുണ്ട്, ഇയാൾ എൻ്റെ സമ്പത്ത് അന്യായമായി കൊണ്ട് അപഹരിച്ചെടുത്തിട്ടുണ്ട് എന്ന് പല ആളുകളും നമ്മളെ കുറിച്ച് പരാതി പറയും. അപ്പം അള്ളാഹു എന്ത് ചെയ്യും? നമ്മുടെ നന്മകൾ അയാൾക്ക് കൊടുക്കും. ഇവിടെ ആണെങ്കിൽ എന്ത് കൊടുത്താൽ മതി? പണം കൊടുത്താൽ മതി. അവിടെയാണെങ്കിലോ അവിടെ നമ്മുടെ നന്മകളാണ്. ആ നന്മകൾ ഇങ്ങനെ കൊടുക്കുന്നതാണ്. നന്മകൾ കൊടുത്തിട്ട് അവസാനം ഇയാളുടെ നന്മ തീർന്നു, പിന്നെയും ഇയാൾ കൊടുക്കാനുള്ള ആളുകളോ അവർ ധാരാളമുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഈ വന്ന ആളുകളുടെ തിന്മകൾ ഈ മനുഷ്യനിട്ട് കൊടുക്കും. അവസാനം ഇയാൾ നരകത്തിൻ്റെ അവകാശിയായിക്കൊണ്ട് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളതാണ്. അയാൾക്ക് ധാരാളം നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്. പക്ഷേ മറ്റുള്ള ആളുകളെ കുറിച്ച് ആരോപണം പറഞ്ഞു നടന്നു, മറ്റുള്ള ആളുകളുടെ സമ്പത്ത് അന്യായമായി കൊണ്ട് അപഹരിച്ചു കൊടുത്തു, ഒരു കടം വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാനുള്ള ശ്രദ്ധ ഇല്ല, അതിലൊരു പ്രാർത്ഥന ഇല്ല. അപ്പം എങ്ങനെയെങ്കിലും അത് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകണേ. അങ്ങനെ ഒരു നീയത്ത് പോലും ഇല്ലാത്ത മനുഷ്യൻ, അയാൾക്കെല്ലാം നഷ്ടമാകുമെന്നുള്ളതാണ് സൂചിപ്പിക്കാൻ. ഞാൻ അവസാനിപ്പിക്കണം ഒറ്റ കാര്യം കൊണ്ട് സൂചിപ്പിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മ ഫക്തുബൂ. നിങ്ങൾ എന്ത് ചെയ്യണം? സത്യവിശ്വാസികളെ, നിങ്ങൾ പരസ്പരം കടമിടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കണം. എഴുതി വെക്കണം, നിർബന്ധമാണ്. അത് എഴുതി വെക്കണം. അതിന് കടപ്പത്രം വേണം, അതിന് 2 സാക്ഷി വേണം. അതെല്ലാം എന്ന് കിട്ടും, എന്ന് കൊടുത്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എഴുതി വെക്കണം. മഹാനായ പണ്ഡിതൻ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായ പ്രകാരം ഒരു മനുഷ്യൻ അയാൾ ഉറങ്ങുന്ന തലയണല്ലേ, തല വെക്കുന്ന തലയണ, അതിൻ്റെ ഇടയിൽ ഈ കണക്കുകളൊക്കെ എഴുതി വെക്കണം. എന്തിനാണ്? ഇയാൾ മരിച്ചാൽ ഈ കണക്കൊക്കെ എവിടെ എഴുതി വെച്ചെന്ന് ബാക്കിയുള്ള ആളുകൾക്ക് അറിയില്ല. ഈ മനുഷ്യൻ മരണപ്പെട്ട് ഇയാളുടെ മയ്യത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് തലയണ കണ്ട് പൊക്കിയാൽ കാണാൻ കഴിയണം. എത്ര കടം കൊടുത്തിട്ടുണ്ട്, എത്ര കടം വാങ്ങിയിട്ടുണ്ട്, എത്ര ആളുകളിൽ നിന്ന് കിട്ടാനുണ്ട്, ഓരോ കാര്യങ്ങളും അയാളുടെ തലയുടെ ചുവട്ടിൽ എഴുതി വെക്കണമെന്ന് മഹാനായ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കടപ്പത്രം എഴുതുന്ന വിഷയത്തിൽ ആളുകളൊക്കെ അലസന്മാരാണ്. എന്തിനാ ഒരു കടപ്പത്രം? അപ്പം അണക്കിന് വിശ്വാസമല്ല, ഇത്ര കൂടെ നമ്മുടെ ബന്ധം. ഒരാൾ ചോദിച്ച ചോദ്യമാണ്, കടപ്പത്രം ഒരാൾ പണം ചോദിച്ചപ്പോൾ ആ പണം കൊടുത്ത സമയത്ത് അതിന് കടപ്പത്രമാണ് എന്നാണ് തിരിച്ചു തരിക എന്ന് ചോദിച്ചപ്പോൾ തന്നെ വിശ്വാസമല്ലേ, ഈ പണം കൊണ്ട് ഞാനത് മുങ്ങിപ്പോകുമോ എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ പഠിക്കേണ്ട വിഷയം എന്താണെന്നറിയോ? അധിക ബന്ധങ്ങളും തകരുന്നത് ഈ പണത്തിൻ്റെ വിഷയത്തിലാണ്. നല്ല നല്ല ബന്ധങ്ങളാക്കാൻ, ആ ബന്ധങ്ങൾ അധികവും തകർന്നത് പണത്തിൻ്റെ വിഷയത്തിലാണ്. അത് ജ്യേഷ്ഠൻ അനിയനായിരിക്കും, അളിയനായിരിക്കും, ഏറ്റവും അടുത്ത ചങ്ങാതിമാരായിരിക്കും. പണത്തിൻ്റെ വിഷയത്തിലാണ് പല ബന്ധങ്ങളും തകർന്നത്. അത് തകരാതിരിക്കാനാണ് ഇസ്ലാം പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യണം? കടം വാങ്ങുന്നുണ്ടെങ്കിൽ കടപ്പത്രം എഴുതണം, അത് എഴുതി വെക്കണം. എത്രയാണ് വാങ്ങണത്, ആരാണ് വാങ്ങണത് എന്നാണ് തിരിച്ചു തരിക. 2 സാക്ഷികൾ അവർ ഒപ്പിടുക. എത്ര സുന്ദരമാണ് ഇസ്ലാം, എത്ര മനോഹരമായിട്ടാണ് ഓരോ വിഷയങ്ങളെയും ഇസ്ലാം നോക്കിക്കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കടം എന്നുള്ളത് നമ്മൾ തമാശയായി കാണേണ്ടതല്ല. സ്വാഭാവികമാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറയുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലൊക്കെ നമ്മൾ കടം വാങ്ങാറുണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഒരാഗ്രഹമെങ്കിലുമാണ്, ഒരു താല്പര്യം. എങ്ങനെയെങ്കിലും റബ്ബേ അയാൾ പറഞ്ഞ ഡേറ്റിന് മുമ്പൊന്ന് പൂർത്തീകരിക്കാൻ അവസരം ഉണ്ടാകണേ എന്ന് ആഗ്രഹിക്കണം. അതേപോലെ നമുക്ക് എത്ര കടമുണ്ട്, നമുക്ക് എത്ര കൊടുക്കാനുണ്ട് എന്ന വിവരം നമ്മുടെ ഭാര്യയെങ്കിലും നമ്മൾ അറിയിക്കണം, നമ്മുടെ ഇണയെങ്കിലും അറിയിക്കണം. നമ്മൾ ബാക്കിയുള്ളത് എന്തൊക്കെ പറയുന്നുണ്ട്, ഭാര്യനോട് മക്കളോട് എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് എത്ര കടമുണ്ടെന്ന് നമ്മുടെ ഭാര്യനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇന്നാൾക്ക് ഇത്ര റിയാൽ കൊടുക്കാനുണ്ട്, ഇന്നാൾക്ക് ഞാൻ ഇത്ര നാട്ടിലെ ഇത്ര രൂപ കൊടുക്കാനുണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള പലതും നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ ഇത്തരം വിഷയങ്ങൾ എന്ത് ചെയ്യാറില്ല, നമ്മൾ പറയാറില്ല. അതുകൊണ്ട് ആ വിഷയത്തിലും നാം ശ്രദ്ധ കാണിക്കുക. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാ ആളുകൾക്കും അതിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു സാമ്പത്തിക അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വാഹിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.